വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പീകോക്ക് ഫ്ലവർ അല്ലെങ്കിൽ രാജമല്ലി, കൃഷ്ണമല്ലി എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടീനെ കുറിച്ചിട്ട് പറയാനാണ്. സിസാൽപീനിയ പുൽച്ചെറീമ എന്നാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. പുൽച്ചെറീമ എന്ന് പറയുന്നത് ചന്തമുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള എന്നൊക്കെ പറയുന്ന ഒരു ടേമാണ് കേട്ടോ ഈ പുൽച്ചെറീമ എന്ന് പറയുന്നത്. വളരെ എവർഗ്രീൻ ആയിട്ടുള്ളൊരു ഷ്രബാണ്, അല്ലെങ്കിൽ കുഞ്ഞു മരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത കൊണ്ടാണ് ഇതിനൊരു പീകോക്ക് ഫ്ലവർ എന്ന് പറയാൻ കാരണം. ആ പൂക്കളുടെ നടുക്ക് നമുക്കൊരു പീകോക്കിൻ്റെ ആ ഒരു വാല് പോലെ നമുക്ക് ഇങ്ങനെ കുഞ്ഞിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് അതിൻ്റെ ഒരു മനോഹരം. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. റെഡ്, ഓറഞ്ച്, നമ്മളടുത്ത് റെഡും ഓറഞ്ചാണ് നമ്മളടുത്തുള്ളത്. യെല്ലോ ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് പൂക്കളൊന്നും കാണിക്കാനില്ല. അതെന്താണെന്നറിയില്ല, എന്തോ നല്ലൊരു വേനൽ സമയത്ത് അതങ്ങോട്ട് ഉണങ്ങിപ്പോയി, തീരെ വെള്ളം കിട്ടാനായിട്ട്. പിന്നെ ഇതിൻ്റെ കായകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബ്രൗൺ, ആദ്യം ഇതിനൊരു പച്ച കളറാണ്, പിന്നെ ഇതൊരു ബ്രൗൺ കളറായി ഇങ്ങനെ പച്ച കളർ വരും, പിന്നെ ഒരു ബ്രൗൺ കളറായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അത് സ്വയം തന്നെ പൊട്ടിയിട്ട് വീണിട്ട് അങ്ങനെ നമുക്ക് സീഡ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലാതെ കമ്പുകൾ വഴി, തളിര് കമ്പുകൾ വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സീഡ്സ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സീഡ്സ് കേട്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുവഴി നമുക്ക് സുഖസുന്ദരമായിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകം കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. പക്ഷേ നമ്മൾ വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് കമ്പുകൾ ചിലപ്പം ബ്രൗൺ ആയിട്ട് അല്ലെങ്കിൽ ഉണങ്ങി കിടക്കുന്ന കമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വർഷത്തിൽ ഒരിക്കലും നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ, റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നൊരു മനോഹരമായിട്ടുള്ളൊരു ചെടി തന്നെയാണ്. ഇതിപ്പോൾ കണ്ടതിൻ്റെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ അവിടെ നമുക്കൊരു കുറേ മുള്ളുകൾ കാണാൻ പറ്റും. അതാണ് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു കാര്യം. നിറയെ മുള്ളുകളുണ്ട്, അപ്പോൾ അതൊന്ന് കെയർഫുൾ ആവുക. ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് റെഡ് ബേർഡ് ഓഫ് പാരഡൈസ് അല്ലെങ്കിൽ പാരഡൈസ് ഫ്ലവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് 3 മീറ്റർ ടോളായിട്ട് തന്നെ ഇരിക്കുന്നൊരു ഷ്രബ് തന്നെയാണ്. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ വാളംപുളിയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം അതിനോടൊരു സാമ്യം നമുക്ക് തോന്നും. പിന്നെ പൂക്കൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ശാഖകളുടെ ഏറ്റവും തറ്റത്തായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത്. ഏറ്റവും താഴത്തേക്കുള്ള പൂക്കളാണ് ആദ്യം വിരിയുന്നത്, പിന്നെ യങ് ആയിട്ടുള്ള പൂക്കളാണ് ഏറ്റവും തറ്റത്തുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഷേപ്പ് തന്നെയാണ്. ഏതൊരു കാലാവസ്ഥയിലും ശരിക്കും നമുക്ക് ഇതിൽ നിറയെ പൂക്കൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ശരിക്കും ഈ ഒരു ചെടി ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇപ്പം അങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഈ നാടൻ പൂക്കളുടെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മളിപ്പം ഓർക്കിഡ്സ്, റോസുകൾ, പല ടൈപ്പ് ആന്തൂറിയംസ് ഒക്കെയാണ് ഇപ്പം നമ്മൾ കളക്ട് ചെയ്യുന്നൊരു ഹോബി. ശരിക്കും ഈ ഒരു നാടൻ പൂക്കളും കൂടി നമ്മളെ ഗാർഡനിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ രാജമല്ലി, കൃഷ്ണമല്ലി എന്നൊക്കെ പറഞ്ഞാൽ അറിയുമോ എന്ന് അറിയില്ല. നിങ്ങളെന്തായാലും നിങ്ങളുടെ വീടുകളിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലൊരു സന്തോഷമാണല്ലേ നമ്മളെ പണ്ടത്തെ കാക്കാപ്പൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെടികളിലോടൊക്കെ നമുക്കൊരു ശരിക്കും ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ കാക്കാപ്പൂവിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിക്കും തിരിച്ച് വരണം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും മറ്റുള്ള ചെടികളുടെ കൂടെ ഇങ്ങനത്തെ ചെടികളും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ വിത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുറച്ച് പോയ്സൺ ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇലകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ വേര്, പിന്നെ അതിൻ്റെ തൊലി, ഇതൊക്കെ കൂടെ പണ്ട് കാലങ്ങളിൽ നാട്ടു ചികിത്സയ്ക്കൊക്കെ ഇത് തിളപ്പിച്ചിട്ടുള്ള ഇത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അതേ പനി, മഞ്ഞപ്പിത്തമൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനൊക്കെ അത് ഉപയോഗിക്കുന്നതാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കണം എന്തിനാ ഇപ്പോൾ ഈ ഒരു ചെടി കാണിച്ചിട്ടുള്ളത്, ഇതിനെ മാത്രം എന്താണ് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ കണ്ടന്റ് ഉള്ളതെന്ന്. ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ് കേട്ടോ. എന്താ വെച്ചാൽ പണ്ടുള്ള ആ പൂക്കളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.